അത് ഇവിടുത്തെ ആളുകൾ എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൊണ്ടാണ്. പിന്നെ ഈ പ്രദേശത്തുള്ള അടിയാക്കാരോട് പറയേണ്ടത്, ഇവിടെ തങ്ങോട്ടിക്ക് മാത്രം വോട്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. വേറെ ആർക്കും വോട്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത്ര പഞ്ചായത്തിന് വേറെ ആർക്കും വോട്ട് കൊടുക്കൂല എന്ന് ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന പ്രദേശമാണത്. അത് പ്രദേശത്തില് ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോ നിങ്ങൾക്കൊരു ഉറപ്പ് തരാണ്. പിന്നെ തങ്ങോട്ടിൽ നിന്ന് ഞാൻ പറയണ മാതിരി അങ്ങനെ പറയില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു ഉറപ്പ് തരാണ്. MLA ഒക്കെ ഉണ്ടല്ലോ, MLA ഒക്കെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള സൈഡുകളും ഇവിടെ കൈവരിയും അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇവിടെ ഒരു തുടർഭരണം വന്നാൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ വാർഡിൽ ഒരു ഗ്രൗണ്ട് കൂടി വരും. കാരണം എന്താ പറയുക, അത് അലിയാക്ക പറയുന്നത് തള്ളല്ല. കാരണം എന്താ വെച്ചാല് അത് വരും. അതിനുള്ള പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തൊട്ടടുത്ത പ്രദേശമായ തിരൂർക്കാട് പടിഞ്ഞാറപ്പാടം ഭാഗത്തെ ആളുകൾക്കും ഈ താഴത്തങ്ങാട് ഭാഗത്തെ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ 4 ഗ്രൗണ്ടുകൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ശ്രമം കൂടി ഉണ്ട് എന്നുള്ളൊരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ ഇന്നലെ അലിയാക്ക നമ്മോട് പ്രഖ്യാപിച്ച ആ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ബഡ്സ് സ്കൂളിലെ ആ കുട്ടികളുടെ സന്തോഷത്തിന് എത്ര മതി പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ നമ്മുടെ ബഡ്സ് സ്കൂളിലൊരു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തിൽ അലിയാക്ക പറഞ്ഞു. ആ രക്ഷിതാക്കളെ വിവരം നമ്മൾ വോയിസിൽ അറിയിച്ചു. അലിയാക്ക പറഞ്ഞത് വോയിസ് വിട്ടുകൊടുത്തു. ആ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പിന്നെ MLA എന്ന നിലയിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും, MLA എന്ന നിലയിൽ ഞങ്ങളൊരു ആവശ്യം ചെന്ന് പറഞ്ഞാല് അലി സാഹിബ് നടത്തി തരാറുണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ MLA വെച്ചുള്ള ഒരു അവസാന പരിപാടിയാണ്. ഞങ്ങൾ എന്ത് പറയാം, പ്രത്യേകിച്ച് തങ്ങളുട്ടി അരിസൂവരൊക്കെ ടീമായിട്ട് ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അലി സാഹിബ് കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ രക്ഷിതാവ് എങ്ങനെ ശ്വാസിക്കാറ്, അതുപോലെ ഞങ്ങളൊക്കെ വീഴ്ച ഉണ്ടെങ്കിൽ ശ്വാസിക്കാറുമുണ്ട്, ഞങ്ങളെ അഭിനന്ദിക്കാറുമുണ്ട്. ഏതായാലും ഈ റോഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇരുകരക്കും തിരൂർക്കാടിനും അതുപോലെ തന്നെ വൈപ്പാറക്കും ഉള്ള ഒരു മാർഗത്തോട് ഞങ്ങളുടെ സൗഹാർദ്ദം, ഞങ്ങളുടെ കെട്ടുറപ്പിന് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പോകാനുള്ള ഒരു റോഡാണ്. ഏതായാലും ഇത് കൂടുതൽ കാലം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളോട് ഒരിക്കൽ കൂടി ഇത് വൈകിയതിലുള്ള പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത്ര രീതി മനോഹരമാക്കിയ പ്രത്യേകിച്ച് തങ്ങളെയും പൊസിയാത്തടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സംഘടന ഗ്രാമപഞ്ചായത്തിന്റെ